പൊന്നാനി മണ്ഡലവും ആവേശത്തിലാണ്. കോട്ട നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാം UDFും വ്യക്തമായ മുദ്ര പതിപ്പിക്കാൻ BJPയും രംഗത്തെത്തിയതോടെ പൊന്നാനി ഇത്തവണ എങ്ങോട്ട് ചായും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വോട്ടർമാരും നോക്കിക്കാണുന്നത്. മലപ്പുറം ജില്ലയിൽ LDFിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി. 2006 മുതൽ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന മണ്ഡലം. ഇത്തവണ സിറ്റിംഗ് MLA ആയിരുന്ന P. നന്ദകുമാറിന് പകരം വഖഫ് ബോർഡ് ചെയർമാൻ, PSC ചെയർമാൻ പദവികൾ വഹിച്ച MK സക്കീറാണ് LDF സ്ഥാനാർത്ഥി. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന പ്രമുഖ നേതാവ് KP നൌഷാദ് അലിയെ രംഗത്തിറക്കി ഇടതുകോട്ട പൊളിച്ച് വിജയക്കൊടി നാട്ടാനാണ് UDF നീക്കം. ഇരുവരുടെയും കന്നി മത്സരമാണ്. മനീഷ് ജനകീയമാണ് NDA സ്ഥാനാർത്ഥി. പൊന്നാനി നഗരസഭയും ആലങ്കോട്, മാറഞ്ചേരി, നന്നമുക്ക്, പെരുമ്പടപ്പ്, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം. ഇതിൽ പൊന്നാനി നഗരസഭയിലും വെളിയങ്കോട് പഞ്ചായത്തുമാണ് LDFനൊപ്പമുള്ളത്. ആലങ്കോട്, മാറഞ്ചേരി, നന്നമുക്ക്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിൽ UDFനാണ് ഭരണം. 2021 UDFിലെ AM രോഹിത്തിനെതിരെ 17,043 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു P. നന്ദകുമാർ വിജയിച്ചത്. ഇത്തവണയും ഭൂരിപക്ഷം കൂട്ടി സീറ്റ് നിലനിർത്താനാണ് LDFിന്റെ ശ്രമം. എന്നാൽ 2024 ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFിന്റെ ശക്തി കേന്ദ്രങ്ങളെ അട്ടിമറിക്കാൻ കഴിഞ്ഞത് UDFിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. തീരദേശം കേന്ദ്രീകരിച്ച് നടത്തിയ കടൽഭിത്തി, പുനർഗേഹം പോലെയുള്ള പദ്ധതികൾ പൊന്നാനിയിലെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് തീരദേശത്ത് മേൽക്കൈ നൽകുമെന്നാണ് LDFിന്റെ കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരമുയർത്തി ഇത്തരം അനുകൂല ഘടകങ്ങൾ വോട്ടാക്കി മാറ്റി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് UDFിന്റെ പ്രചരണവും. ഈ അവധിക്കാലം വെറുതെ ഫോണിൽ കളിച്ചു കളയാതെ ഒബ്സർവേഴ്സ് സ്കിൽസിലൂടെ പുതിയ സ്കില്ലുകൾ നേടിയാലോ?